Hi guys, let's have some serious talks. Thanks Fingo. നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഈസ് വിജീഷ് വിശ്വം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് SBIയുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ റിവ്യൂ ആണ്. എൻ്റെ 10 വർഷത്തെ ബാങ്കിങ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. എല്ലാവരും റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുകയായിരിക്കുമല്ലോ. നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം റീപേയ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങളിവിടെ ഇന്ന് എടുക്കുന്നത്, അതായത് ഒരു എഡ്യൂക്കേഷൻ ലോൺ. ഹയർ എഡ്യൂക്കേഷൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഫിനാൻസ്. ആ ഫിനാൻസിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക പാരൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ലോണിനെ തന്നെയാണ്. ഞാനിന്നിവിടെ ചെയ്യുന്നത് SBIയുടെ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. ഈ വീഡിയോയിൽ ഫാസ്റ്റ് ലോൺ അപ്രൂവൽ ടെക്നിക്സും ഇൻ കേസ് നിങ്ങളുടെ ഫയൽ റിജക്റ്റ് ആയാൽ എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ള ടിപ്സും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്കാണ്. നമ്മളിന്ന് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SBIയുടെ സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ ലോൺസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊന്നാമത്തെ SBI സ്റ്റുഡൻറ്റ് ലോൺ. ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇന്ത്യൻ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് SBI സ്റ്റുഡൻറ്റ് ലോൺ. രണ്ടാമത്തേത് SBI ഗ്ലോബൽ അഡ്വാൻറ്റേജ്, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇൻ്റർനാഷണൽ കോഴ്സസ് ചെയ്യാനുള്ള സ്കീമാണ് SBI ഗ്ലോബൽ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ സ്കീം എന്ന് പറയുന്നത് ലോൺസ് ഫോർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്, അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് IIT, IIM മുതലായ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാനുള്ള സ്കീമാണ് ലോൺ ഫോർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഒരു എഡ്യൂക്കേഷൻ ലോണിൽ എന്തൊക്കെ എക്സ്പെൻസ് കവർ ചെയ്യും? ഒരു എഡ്യൂക്കേഷൻ ലോണിൽ A to Z, അതായത് എഡ്യൂക്കേഷൻ്റെ A to Z എക്സ്പെൻസും കവർ ചെയ്യും. അതായത് ട്യൂഷൻ ഫീ ആവട്ടെ, നിങ്ങളുടെ എക്സാമിനേഷൻ ഫീ ആവട്ടെ, ബുക്സ് പർച്ചേസ് ചെയ്യട്ടെ, പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആവട്ടെ, ട്രാവൽ എക്സ്പെൻസ് ആവട്ടെ, ഈവൻ കോഷൻ ഡെപ്പോസിറ്റ്, അതേമാതിരി തന്നെ ബിൽഡിംഗ് ഫണ്ട്, അങ്ങനത്തെ എല്ലാം ഡെപ്പോസിറ്റ്സും ആകട്ടെ, ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ ലോണിലെ എക്സ്പെൻസിൽ കവർ ചെയ്യും. ഇനി നമുക്ക് SBI സ്റ്റുഡൻറ്റ് ലോൺ സ്കീം നമ്പർ 1 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിലെ മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്, 50 lakh rupees. ഇതിൽ SBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 month MCLR + 2% ആണ്, അതായത് ഇന്ന് അത് 9.30%. ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് മാക്സിമം അപ് ടു 16 years ആണ്, അതായത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം 1 വർഷം മൊറട്ടോറിയം പ്ലസ് 15 വർഷം റീപേയ്മെൻറ്റ് പീരീഡ്. ഇനി ഏതാണ് ഇതിലെ എലിജിബിൾ കോഴ്സസ്? ഇന്ത്യയിലെ എല്ലാ അംഗീകൃത കോഴ്സുകളും ഇതിൽ എലിജിബിൾ കോഴ്സസ് ആണ്. ഗ്രാജുവേഷൻ ആവട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ആവട്ടെ, ടെക്നിക്കൽ സ്റ്റഡീസ് ആവട്ടെ, പ്രൊഫഷണൽ ഡിപ്ലോമ ആവട്ടെ, ടീച്ചർ ട്രെയിനിങ് ആവട്ടെ, നേഴ്സിംഗ് കോഴ്സസ് ആവട്ടെ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും, അപ്രൂവ്ഡ് കോഴ്സസ് എല്ലാം ഇതിൽ കവേർഡ് ആണ്. ഇനി ഈ സ്കീമിലെ മെയിൻ ഫീച്ചേഴ്സിലേക്ക് വരാം. ആദ്യമായി മാർജിൻ. അപ് ടു 4 lakhs വരെ മാർജിൻ നില്ലാണ്, അതായത് ബാങ്ക് 100% വായ്പ നിങ്ങൾക്ക് തരും. എന്നാൽ എബവ് 4 lakhs 5% നിങ്ങൾ മാർജിൻ കൊണ്ടുവരണം, അതായത് ബാങ്ക് 95% ഫണ്ടിങ്ങും നിങ്ങൾ 5% ഫണ്ടിങ്ങുമാണ് ചെയ്യേണ്ടത്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് കടക്കുന്നത്, സെക്യൂരിറ്റി, അതായത് കൊളാട്രൽ സെക്യൂരിറ്റി. SBIയുടെ ഈ സ്കീം പ്രകാരം 7.5 lakhs വരെ നിങ്ങൾക്ക് ഒരു കൊളാട്രലും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ പാരൻറ്റ് ബോറോവർ ഗ്യാരണ്ടി മാത്രം സൈൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ എബവ് 7 lakhs നിങ്ങൾക്ക് ഒരു ഈഡ്, അതായത് ഒരു കൊളാട്രൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഇനിയുള്ള അടുത്ത 2 ഫീച്ചർ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ചാർജസും അതേമാതിരി തന്നെ റീപേയ്മെൻറ്റുമാണ്. എഡ്യൂക്കേഷൻ ലോണിൽ അപ് ടു 20 lakhsൽ 1 രൂപ പോലും നിങ്ങൾക്ക് പ്രോസസ്സിംഗ് ഫീ ഇല്ല. പക്ഷേ ലോൺസ് എബവ് 20 lakhsന് 10,000 rupees പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. നിങ്ങളുടെ റീപേയ്മെൻറ്റ് നിങ്ങൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി SBIയുടെ രണ്ടാമത്തെ സ്കീമിലേക്ക് പോകാം. SBI ഗ്ലോബൽ അഡ്വാൻറ്റേജ് എന്നാണ് ഈ സ്കീമിൻ്റെ പേര്. ഈ എഡ്യൂക്കേഷൻ ലോൺ ഇന്ത്യൻ സ്റ്റുഡൻസിനെ എബ്രോഡ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്.
ഇതിൻ്റെ മിനിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 7.5 ലാക്സ് ആണ്. മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 crores ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 9.30% ആണ്. റീപേയ്മെൻറ്റ് ടെന്യൂർ എന്ന് പറയുന്നത് 15.5 years ആണ്. ഇനി ഏതൊക്കെയാണ് എലിജിബിൾ കോഴ്സസ്, ഏതൊക്കെ കൺട്രീസാണ് എലിജിബിൾ കൺട്രീസ്? നിങ്ങൾക്ക് USA, UK, കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ അങ്ങനെ എല്ലാ ഇൻ്റർനാഷണൽ കൺട്രീസിലും നിങ്ങൾക്ക് പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്കീം കൊടുക്കുന്നത്. ബാങ്കിൻ്റെ അപ്രൂവ്ഡ് ലിസ്റ്റിലുള്ള എല്ലാ കോഴ്സസും ഇതിൽ എലിജിബിൾ കോഴ്സസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. ഇതിന് തീർച്ചയായിട്ടും സെക്യൂരിറ്റി വേണം, കാരണം ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 7.5 lakhs ആണ്. നിങ്ങളുടെ മാർജിൻ കോൺട്രിബ്യൂഷൻ 15% ആണ്. അതായത് 85% ബാങ്ക് ഫണ്ട് ചെയ്യും, 15% നിങ്ങൾ ഫണ്ട് ചെയ്യണം. ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ വളരെ നോമിനലാണ്, 10,000 rupees. ഇനി ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ നോക്കാം. നിങ്ങൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുമാതിരി തന്നെ മൊറട്ടോറിയം പീരീഡിലും സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 6 മാസത്തിന് ശേഷം നിങ്ങളുടെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ടാവും. അങ്ങനെ നിങ്ങൾക്ക് 15 വർഷം വരെ ഇത് ലോൺ റീപേ ചെയ്യാനുള്ള അവസരം SBI നൽകുന്നുണ്ട്. ഇനി SBIയുടെ മൂന്നാമത്തെ സ്കീമിലേക്ക് കടക്കാം. ഇതാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോൺ. അതായത് IIT, IIM പോലത്തെ ഇന്ത്യയിലത്തെ പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള ലോണാണ് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോൺ. ഇതിൻ്റെ ഫീച്ചേഴ്സ് വളരെയധികം നല്ലതാണ്. ഈ സ്കീമിൽ മാക്സിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 40 lakh rupees ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ബാൻഡ് എന്ന് പറയുന്നത് 6.90 സ്റ്റാർട്ട് ചെയ്ത് 8.20% വരെയാണ്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് അപ് ടു 16 years ആണ്. എലിജിബിൾ കോഴ്സസ് എന്ന് പറയുന്നത് IIT, IIM തുടങ്ങിയിട്ടുള്ള എല്ലാ കോളേജുകളിലെ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് ആണ്. ഇനി ഇതിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സിലേക്ക് നോക്കും. ഈ സ്കീമിൽ മാർജിൻ 0% ആണ്, പ്രോസസ്സിംഗ് ഫീ 0%. അതുമാത്രമല്ല സെക്യൂരിറ്റി, അതായത് കൊളാട്രൽ സെക്യൂരിറ്റി ഒരു നിശ്ചിത എമൗണ്ട് വരെ ഇതിന് കൊളാട്രൽ സെക്യൂരിറ്റി നൽകേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, AA കാറ്റഗറിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് അപ് ടു 40 lakhs നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകേണ്ടതില്ല. ഇതാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് ഫീച്ചർ. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ വേണ്ടി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറ്റ സ്ട്രെച്ചിൽ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുക. ലോൺ പ്രോസസ്സിങ്ങിൻ്റെ ടാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഓൺലൈനായി SBI എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് SBI ബ്രാഞ്ചസിൽ നേരിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ടേൺ അറൗണ്ട് ടൈം, അതായത് ടാറ്റ് ഫോർ ലോൺ സാങ്ഷനിങ് 15 working days ആണ്. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിലേക്ക് കടക്കാം. ഹൗ ടു ഗെറ്റ് ഫാസ്റ്റ് അപ്രൂവൽ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ലോൺ അപ്രൂവ് ചെയ്ത് കിട്ടും. നിങ്ങളാദ്യം SBI ബ്രാഞ്ചിൽ ബന്ധപ്പെടുക. അവർ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറ്റ സ്ട്രെച്ചിൽ അവർക്ക് സബ്മിറ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയാക്കി വയ്ക്കുക. അതിനു പുറമെ ഈട് നൽകേണ്ട എഡ്യൂക്കേഷൻ ലോണാണെങ്കിൽ ടൈറ്റിൽ ഡീഡ്സും അതിൻ്റെ പ്രിയോർ ഡീഡ്സും, അതായത് ആധാരവും അടിയാധാരവും മറ്റു അനുബന്ധമായിട്ടുള്ള എൻകംബ്രൻസും പൊസഷനും അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വയ്ക്കുക. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ എക്നോളജ്മെൻറ്റ് തീർച്ചയായും വാങ്ങേണ്ടതാണ്. ഇനി അവർ എന്തെങ്കിലും ഫോളോ അപ്പ് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചാൽ അത് എത്രയും വേഗം ബ്രാഞ്ചിൽ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്വറി റേസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് റിപ്ലൈ കൊടുക്കുക, ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ലെറ്റർ വഴിയോ. കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ലോണിന് അഡ്വക്കേറ്റും അതേമാതിരി തന്നെ ബാങ്കിൻ്റെ സർവേയറും നൽകുന്ന വാല്യുവേഷൻ റിപ്പോർട്ടും ലീഗൽ റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടും അതേമാതിരി തന്നെ സർവേയറായിട്ടും ഫോളോ അപ്പ് നടത്തി എത്രയും വേഗം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ബാങ്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ
നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടാലും അത് ഇമെയിൽ വഴിയോ ലെറ്റർ വഴിയോ വിത്ത് എക്നോളജ്മെൻറ്റ് വാങ്ങുക. എപ്പോഴും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഏതൊരു എഡ്യൂക്കേഷൻ ലോണും വെൽ ഇൻ അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ലോൺ അപ്രൂവൽ കിട്ടും. ഇനി നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ലോൺ ഡിലേ ആയി എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാഞ്ച് മാനേജറെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്കൊരു ഡിലേ വന്നു എന്ന് വിചാരിച്ചു, ഞാൻ പറഞ്ഞു 15 days ആണ് ഇതിൻ്റെ ടാക്റ്റ്. ഇൻ കേസ് നിങ്ങൾക്കൊരു ഡിലേ വന്നെങ്കിൽ യു മേക്ക് എ ലെറ്റർ ടു ബ്രാഞ്ച് മാനേജർ ആസ്കിങ് ഫോർ ദ റീസൺ വൈ ഇറ്റ് ഗോട്ട് ഡിലേഡ്. ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈയിങ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിൽ ബന്ധപ്പെടാവുന്നതാണ്. അതായത് യു ക്യാൻ കോൺടാക്ട് റീജിയണൽ ബിസിനസ് ഓഫീസ്. SBIയുടെ ബിസിനസ് റീജിയണലായിട്ടുള്ള ബിസിനസ് ഓഫീസിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ത്രൂ മെയിൽ ഓർ ലെറ്റർ. അവരും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആഫ്റ്റർ 30 working days നിങ്ങൾക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് ലോഗിൻ ചെയ്യാം. ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻറ്റ് ലോഗിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റെസൊല്യൂഷൻ ലഭിക്കും. എൻ്റെ അഭിപ്രായത്തിൽ SBIയുടെ എഡ്യൂക്കേഷൻ ലോൺ വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവട്ടെ, പ്രോസസ്സിംഗ് ഫീ ആവട്ടെ, മാർജിൻ ആവട്ടെ, എല്ലാം വളരെ കുറവ് തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഡിലേ വന്നേക്കാം. അതായത് ഇതിൻ്റെ ലോൺ പ്രോസസ്സിംഗ് സെൻറ്റർ ഒരിക്കലും ബ്രാഞ്ചിലല്ല, ലോൺ സാങ്ഷനിങ് അതോറിറ്റി ബ്രാഞ്ച് മാനേജറല്ല, അവർക്കെല്ലാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ദർ വിൽ ബി സം ഡിലേ ഇൻ പ്രോസസ്സിംഗ് ദ ലോൺ. അങ്ങനെ നിങ്ങൾക്ക് ലോൺ പ്രോസസ്സിംഗ് ഡിലേ വരുമ്പോൾ നിങ്ങൾ ബ്രാഞ്ച് മാനേജറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, എന്നിട്ട് വേഗം അതിനൊരു റെസൊല്യൂഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Now it's time for signing off for me and for FIBO. Thank you. Bye.